വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാട്ടോ. അപ്പോൾ അതേ കാത്തിരുന്ന് ആ മാങ്ങക്കാലം അങ്ങോട്ട് എത്തിയിട്ടുണ്ടോ? മാങ്ങാലം എത്തി കുറച്ചാളായി. മാങ്ങൊക്കെ പഴുത്ത് നല്ലൊരു ഇതായി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ മാങ്ങ നല്ലോണം പഴുത്ത ഒരു കുറച്ച് ചപ്പിക്കൂടിയ മാങ്ങ കിട്ടിയിട്ടോ. ചെറിയ സൈസില്ല മാങ്ങയില്ലേ അത് അപ്പോൾ അത് കിട്ടിയപ്പോൾ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഒരു വട്ടയിൽ നിങ്ങൾ ഒരു മാമ്പഴ പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാങ്ങ അരിയാണ്ട് നമുക്ക് അതിൻ്റെ തോലൊലിച്ചെടുക്കാം കേട്ടോ. തോലൊലിച്ച് ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഇപ്പം 3 പച്ചമുളകാണ് ഞാൻ എടുത്തേക്കണേ. അത് നടുവേ കീറി 2 ആക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ചെറിയ ശർക്കര ഇട്ട് കൊടുക്കാം, പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഈ മാങ്ങയുടെ മധുരവും ഉപ്പും പുളിയും എരിവൊക്കെ കൂടി അടിപൊളി ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഒന്നും ഇടരുത്. അപ്പോൾ നമ്മളെ ഈ മാങ്ങക്കറിയുടെ കളറൊന്ന് പോവും. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി കുറച്ച് ലേശം കൂടുതലും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇനി മാങ്ങ വെവാനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. മാങ്ങ വെവാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചു. മാങ്ങയുടെ അത്രയും സൈസിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് വറ്റി വരുമല്ലോ. ഇത് ചെറിയ രീതിയിൽ ലൂസൊക്കെ ആയിട്ടല്ലേ നമുക്ക് ഇത് മാമ്പഴ പുളിശ്ശേരി വേണ്ടത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അരപ്പ് വേണം. അരപ്പിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്കൊരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വെള്ളം അരച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളമാണ് കേട്ടോ ഒഴിച്ചത്. നമ്മൾ നല്ലോണം ജ്യൂസ് പാലൊന്നല്ല എടുക്കണേ, ഇതിൻ്റെ അരപ്പാണ് എടുക്കണേ. അപ്പോൾ അരച്ചെടുക്കാണ്. അപ്പോഴത്തേക്കും നമ്മളെ മാങ്ങ ഇവിടെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, തിളച്ച് നല്ലോണം നമ്മളെ മാങ്ങയിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അരപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പും റെഡിയായി. അപ്പോൾ നമുക്കിനി മാങ്ങയിൽ ഇട്ടെടുക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ നല്ലോണം തിളച്ച മാങ്ങയിലേക്ക് നമ്മൾ അരപ്പ് അങ്ങോട്ട് ചേർത്തെടുക്കാം. നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ഇതൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കാം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ കറി ഇവിടെ അരപ്പൊഴിച്ച് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നേരെ തൈര് ഒഴിച്ചെടുക്കാം. നമ്മളെ ഈ പുളിശ്ശേരിത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ്. കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വന്ന് നേരെ അത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിലേക്ക് താളിക്കാനായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചു, ഓയിൽ ഒഴിച്ചു, പിന്നെ കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഇതും കൂടിയിട്ട് നല്ലോണം അങ്ങോട്ട് താളിക്കുക. അതോടുകൂടി നമ്മൾ ആ കറി ഇവിടെ റെഡിയായി. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ മാമ്പഴ പുളിശ്ശേരി. ഇപ്പോൾ മാങ്ങക്കാലൊക്കെ അല്ലേ, മാങ്ങ നല്ലോണം ഉണ്ടല്ലോ. ബൈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.